ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന സ്വപ്ന ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കണം. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിരുന്ന ഈ ഒരു വീട് വന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 10 കിലോമീറ്റർ, നമ്മൾ ട്രിവാൻഡ്രം തമ്പാനൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്താണുള്ളത്. അപ്പം നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് ലോണൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ ലോണൊന്നും അറേഞ്ച് ആയിട്ടില്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഈ വീടൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള ലോണും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീട് സ്ഥലം വരുന്നത് കാവിൻപുറം എന്ന സ്ഥലമാണ്. നമ്മുടെ ട്രിവാൻഡ്രം പുളിയറക്കോണം ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് കാവിൻപുറം എന്ന സ്ഥലം. അവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ്. റെസിഡൻഷ്യൽ ഏരിയയാണ്. ഫുള്ള് ചുറ്റുപാടെല്ലാം വേറെ വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് 2 കാർ വരെ സെയിം ടൈം കടന്നു പോകാൻ പറ്റുന്ന രീതിക്കുള്ള റോഡ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കാം. അപ്പോൾ ഇത് ഒരു 4 ബെഡ്റൂം വരുന്ന വീടാണ് നമുക്കിവിടെ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറാണ് ബാക്കി 3 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ 4 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗേറ്റും മതിലുമാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 കാർ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. പിന്നെ സൈഡിലെല്ലാം ചെറിയ പ്ലാന്റൊക്കെ വെച്ചിട്ട് ഗാർഡൻ പ്രൊവിഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്കത് കാണാൻ സാധിക്കും. 2 സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ ഒരു ഡിസൈനുണ്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 6x4 ഡയമെൻഷനുള്ള ഒരു സിറ്റൗട്ടാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു വുഡൻ തീമിൽ തന്നെ വരുന്ന ഒരു വാൾ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ തേക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഡിസൈൻ ഉണ്ടോ, നല്ല വലിയ ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സൈഡിലും ഈ ഒരു ഭാഗത്തും ജനലിലും ഫുള്ള് തേക്കിലുള്ള ഒരു ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. പക്ഷേ വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ഒരു TV യൂണിറ്റ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാർബിളിൻ്റെ പാറ്റേണിൽ ജിപ്സം ബോർഡും മൾട്ടിവുഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ഇവിടെ സൈഡിലുണ്ടോ 2 ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 വിൻഡോയിലും ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ സീലിംഗ് വർക്ക്, നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് മുകളിൽ സീലിംഗ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സ്മാർട്ട് ഫാനും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 16x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ടൈല് നമുക്ക് ഈ ഒരു ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിൽ പാർട്ടീഷൻ കണ്ടോ, ഒരു വുഡൻ തീമിൽ ജിപ്സം ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടി ഈ ഒരു പാർട്ടീഷൻ നല്ലതായിരിക്കും. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് നമുക്ക് ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചനും വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. 14x12 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത്. നമുക്ക് ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അവിടെ നമുക്ക് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ടൊക്കെ ഉള്ള ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്പേസ് നമുക്കിവിടെ ഇതിൻ്റെ അടിയിലായിട്ടും വരുന്നുണ്ട്. നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനും ക്യാമറയുടെ കണക്ഷനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇതിന് തൊട്ട് പിറകിൽ വരുന്നത് PVC പാനലിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ നമുക്ക് ഈ കാണുന്ന പോലെ ഇത്രയും ലെങ്ത്ത് വിഡ്ത്തുള്ള
ഡൈനിങ് ഏരിയയാണ്. മുകളിൽ ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഒരു യെല്ലോ ഫോമിൻ്റെ നമുക്ക് 3 ചെടിയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന ലിവിങ് ഏരിയ നമുക്ക് ഇതാണ് വരുന്നത്, മെയിൻ ഡോറ്. മെയിൻ ഡോറ് നമുക്ക് അവിടെ നിന്ന് ലിവിങ് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14x12 ഡയമെൻഷനിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോർഡ് വർക്കാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫുള്ള് മെറ്റീരിയൽ വരുന്നത്. ഇപ്പം വൈറ്റ് ആൻഡ് ആഷ് തീമിലാണ് ഇവിടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബ്ലാക്കും കൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാൻഡിൽസ് ഉണ്ടോ എല്ലാം ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഈ ഓപ്പൺ കിച്ചൻ്റെ ഇവിടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ പുറത്ത് നമ്മുടെ മെയിൻ ഡോറിൽ അവിടെ ആരെങ്കിലും വന്നാലും നമുക്ക് അറിയാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം കബോർഡ്സ് കൊടുത്തിട്ടുള്ളതിന് നല്ല സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ സിങ്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ കാണാം. നമുക്ക് വീടിൻ്റെ ഈ കിച്ചൻ്റെ പുറത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തെ കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇവിടെയും വർക്ക് ഏരിയയിൽ നമുക്കൊരു സിങ്ക് ആ ഒരു ഭാഗത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം നമുക്ക് കയറി കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ ആ ചുമലിലായിട്ട് നമുക്കൊരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്മാർട്ട് ഫാൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ടോ, ഇതാണ് ഇവിടെ വരുന്ന വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ്. ഒരു 3 ഡോർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിററും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇതാണ് PVC ഡോറ് കൊടുത്ത് ചെയ്തിട്ടുള്ള ബാത്റൂം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ പാറ്റേൺ ആണ് നമുക്കിവിടെ ടെയിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു മിറർ ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഈ കാണുന്ന ബാത്റൂമിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്കപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് തറയിൽ ഇവിടെ ടെയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് കയറുന്ന ഭാഗത്ത് വുഡും സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കയറി വരുന്ന ഈ ഒരു പോർഷനിലുണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. മുകളിൽ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ച കാണാം. നമുക്ക് കയറുന്ന സൈഡിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന ഫസ്റ്റ് ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. ഇവിടെ സൈഡിലായിട്ട് കണ്ടോ ഒരു ഫാൻസി ലൈറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ആർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ഫ്ലോറിലെ ഈ ലിവിങ് ഏരിയ 16x14 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ടോ, ചെറിയൊരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഷെൽഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അതുകൊണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലായിട്ട് ഇത് ഒരു PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പോട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ ഈ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഈ 2 ഭാഗത്തായിട്ടാണ് അടുത്ത 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കയറി കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന ബെഡ്റൂം നമുക്ക് കയറി കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ. പിന്നെ സൈഡിലായിട്ട് നമുക്ക് അവിടെ ഒരു വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള PVC പാനലിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന ടെയിലാണ് നമ്മൾ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൈസാണ് നമുക്ക് ഈ ഒരു
ബെഡ്റൂമിന് വരുന്നത്. പിന്നെ നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇവിടെയും വാർഡ്രോബിന് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഒരു മാർബിളിൻ്റെ ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി മിററും എല്ലാ സംഭവവും നമ്മൾ താഴെ കണ്ടാതെ ഒരു ഇത് കഴിഞ്ഞ് 3 ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. പിന്നെ PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സും ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 14x10 ഡയമെൻഷനിലാണ് വരുന്നത്. ഇവിടെ വാളിൽ നമുക്ക് ഒരു ഗ്രീൻ കളർ ഡിസൈൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ അപ്പോൾ PVC പാനലാണ് മുകളിൽ വരുന്നത്. പിന്നെ ഇവിടെ ഷെൽഫ് കുറച്ച് സംഭവങ്ങളും ഈ ഒരു മുകളിൽ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടെയിൽ പാറ്റേൺ ആണ്, ഒരു ലീഫിൻ്റെ ടെയിൽ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൈസാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. അപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെ സാധാരണ കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് കൂടാതെ ഒരു ബാൽക്കണിയും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. 10x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ചെറിയൊരു ബാൽക്കണി നമുക്കിവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ കസാരയൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇനി ഈ വീടിൻ്റെ ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ലാസ്റ്റ് ഒരു ബെഡ്റൂമാണ് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഈ വാളിൽ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുകളിൽ PVC പാനൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നമ്മൾ താഴെ കണ്ട അത് ഒരു പാറ്റേൺ ആണ്, 3 ഡോർ തന്നെയാണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. സാധാരണ പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ലൈറ്റും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ കൂടാതെ മെയിൻ ബാൽക്കണിയും ഇതിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മെയിൻ ബാൽക്കണി വരുന്നത്. ബെഡ്റൂമിന് കൂടെ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. 16x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നുണ്ടോ. അപ്പോൾ 16x6 ഡയമെൻഷനാണ് ഈ കാണുന്ന മെയിൻ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 78 ലക്ഷമാണ്. അപ്പോൾ അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ലോണിനാണ് ഈ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഇതിനെക്കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്. നമുക്കിപ്പോൾ 50 ലക്ഷത്തിന് താഴോട്ടുള്ളതായാലും അതിന് മുകളിലോട്ടായാലും അല്ലെങ്കിൽ 1 കോടിക്ക് മുകളിലോട്ടായിട്ടുള്ളതായാലും നമ്മുടെ കയ്യിൽ വീട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിനുള്ള വീടായാലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. ഈ വീടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ വീടുകളും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.